ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നടത്തി തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിലാണുള്ളതെന്ന്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറയുക. താങ്ക് യു യൂണിവേഴ്സ്. 10 ഓഫ് സോഡിൻ്റെ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ്. നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ എല്ലാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കൂടെ ഇരുന്ന സമയത്ത് അവർക്ക് സർവ്വതും ലഭിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ പവർ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പോസിറ്റിവിറ്റി എല്ലാം നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ സാധിച്ചു. നിങ്ങളുടെ ഓറ പവറിൽ ഓക്കെ, നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ, ഇതുവരെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി യാതൊന്നും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുത്തിരുന്നത് അതുപോലെ ഗിവ് ആൻഡ് ടേക്ക് തിരിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നൽകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10, 4, 10 ആവർത്തിച്ചാണ് വീണ്ടും വന്നിരിക്കുന്നത്. 1, 9, 14, 6, 22, ഓക്കെ, 21, 3. ജനുവരി, ഏപ്രിൽ, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ, ജൂൺ. ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ എ വന്നിട്ടുണ്ട്, ഇസഡ്, എം, ഐ, ജി, ഡബ്ല്യു, ടി, യു, ക്യു, ജെ, ഇ, ഒ. ഓക്കെ, നമുക്ക് നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. ഏരീസ്, ടോറസ്, ജെമിനി, മേടം, ഇടവം, മിഥുനം, കാൻസർ, ലിയോ, വെർഗോ, കർക്കിടകം, ചിങ്ങം, കന്നി, ലിബ്ര, തുലാം, സ്കോർപിയോ, വൃശ്ചികം, സജിറ്റേറിയസ്, ധനു, കാപ്രിക്കോൺ, മകരം, അക്യൂറിയസ്, കുംഭം, സ്പൈസീസ്, മീനം. ഓക്കെ, നമുക്കിത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൺ ഇത്രയേറെ പെയിൻ അനുഭവിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്തോ സിറ്റുവേഷൻ എൻഡ് ആക്കാൻ പോകുകയാണ്. ഇപ്പം നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കാൻ പോകുന്നു. അതല്ല നിങ്ങളുടെ ജീവിതം ഓൺ ആൻഡ് ഓഫിലാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് താല്പര്യമില്ല എങ്കിൽ, നിങ്ങൾ ഒരുപാട് അവർക്ക് മെസ്സേജ് അയച്ചിട്ടും അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ റിലേഷൻ ആയിരിക്കും എൻഡാക്കാൻ പോകുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഒരു റിലേഷൻ എൻഡാക്കാൻ പോകുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഒരു ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. 5 നമ്പറാണ് വന്നിരിക്കുന്നത്. അക്യൂറിയസ്, കുംഭമാസമാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് ഈ ഒരു സമയത്ത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചീറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിയുടെ കൂടെയാണ് എങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ചീറ്റ് ചെയ്യുകയാണ്. അവരുടെ സമയം ഇപ്പോൾ അനുകൂലമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ ഇടയ്ക്ക് മറ്റൊരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയ്ക്ക് മറ്റൊരു വ്യക്തി വന്ന് നിങ്ങളുടെ പേഴ്സണെ മാനസികമായിട്ടും തകർക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അതല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായും കടന്നു പോയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങളുടെ റിലേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും വിട്ടുപോയി നോ കോണ്ടാക്റ്റിലാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇത് അനുഭവിക്കുന്നത്. ഇല്ല, നിങ്ങൾ ലെസ് കോണ്ടാക്റ്റ് ആണ്, തേർഡ് പാർട്ടി ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ റിലേഷന് വേണ്ടത്ര വാല്യൂ തരുന്നില്ല, സമയം തരുന്നില്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻ തേർഡ് പാർട്ടി മുഖേന ഇത് എൻഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് 4 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പെയിൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നിങ്ങൾ മറ്റാരും അറിയാതെ ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ പൈസ നിങ്ങളിലേക്ക് തിരിച്ച് ലഭിക്കാത്തതിൽ നിങ്ങൾ ഒരുപാട് ഭയം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് വാങ്ങിയ പണം നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടുന്നില്ല. അങ്ങനെ ചില പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ട് ചില വേദനകളിൽ കൂടി നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോകുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷൻ, നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ കൊടുക്കുന്നതിനും പ്രധാനമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കാണ് പ്രധാനം കൊടുത്തത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ ലഭിക്കുന്നുണ്ട്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. നിങ്ങളെക്കാളും കൂടുതൽ അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പണത്തിനോടാണ് താല്പര്യം കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പണത്തിനോടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പണം കിട്ടുന്ന സൈഡിലേക്കുള്ള ഒരു പോക്കായിരിക്കും, അവർക്ക് ജോലിയിലേക്കായിരിക്കും കൂടുതൽ സമയം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വേദനപ്പെടുത്തുന്നു. മറ്റു ചില വ്യക്തികൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സമയങ്ങൾ കൊടുക്കുകയും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദന നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു ന്യൂ സ്റ്റാർട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ റിലേഷനെ അവസാനിപ്പിച്ച് ഇനി മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ച് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ആലോചിക്കുകയാണ് തിരിച്ചു വരണമേ എന്ന്. ഓക്കെ, സമയം അനുകൂലമായിരിക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പം സെൽഫ് ലവ് ചെയ്യുകയും നിങ്ങൾ അഫർമേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നോക്കുകയാണ്, നിങ്ങളിലേക്ക് തിരിഞ്ഞു വരണമെന്ന് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, ഇതുവരെയും ഒരു അന്ധകാരത്തിൻ്റെ സമയമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു അന്ധകാരമായിരുന്നു. ഇപ്പോൾ ആ മൂണെല്ലാം മാറി, മൂൺ തെളിഞ്ഞു വരുന്ന ഒരു വിഷമമായ ഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് മൂൺ തെളിഞ്ഞു വരുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് കടന്നു വരാൻ എന്നും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കടന്നു വരികയാണ്. താങ്ക് യു ന്യൂസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങളുടെ ചില വ്യക്തികളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. കാരണം ഒരുപാട് പെയിൻ അവർക്ക് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനസികമായും തകർക്കുകയാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ തിരഞ്ഞെടുത്തതെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു
ഹാപ്പിനെസ് എന്ന് പറയുന്നത്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളിലാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് 9 ഓഫ് കപ്പ് വന്നതെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാമാണ്. നിങ്ങളുടെ പേഴ്സൺ ഏത് അവസ്ഥയിലായിരുന്നാലും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലായിരിക്കണം, പക്ഷേ അവർ മനസ്സുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം, നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം അവർക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നത്. അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ ഓർത്ത് അവരൊരുപാട് വിഷമിക്കുകയാണ്. അവരുടെ മുന്നിൽ എത്രത്തോളം സന്തോഷങ്ങളും കപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇല്ലാതെ അവർക്കത് സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതത്തിൽ സർവ്വ ബാലൻസിങ്ങിൽ വന്നിട്ടുണ്ട്. സമ്പത്താണെങ്കിലും പാർട്ട്ണറാണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കുന്നുണ്ട്. ഹെൽത്ത് ആണെങ്കിലും എന്ത് അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച്, നിങ്ങളെ ചീറ്റ് ചെയ്ത്, നിങ്ങൾ കടന്നുപോയ ദിവസത്തെ ഓർത്തിട്ട് അവരിപ്പോഴും വേദനയിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊരു മാജിക്കൽ ടൈം ആയിരുന്നു, ഒരു നല്ലൊരു ഫോർച്യൂൺ ആയിരുന്നു, നിങ്ങൾ അവരുടെ ഒരു ഭാഗ്യമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നിങ്ങൾ ഈ ഒരു സമയത്ത് സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നില്ല. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ചേസ് ചെയ്യാത്തത്? മറ്റാണെങ്കിൽ നിങ്ങൾ യാചിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ ചെല്ലുമായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ യാചിക്കുന്നില്ല. നിങ്ങളിപ്പം ചില വ്യക്തികൾ ജോലിയൊന്നും ഇതുവരെ നല്ലതുപോലെ ഇല്ലായിരുന്നെങ്കിൽ ചില ജോലിയിലൊക്കെ കടന്നുപോയി നിങ്ങൾ സാമ്പത്തികമായൊക്കെ ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ കോളോ മെസ്സേജോ ഒന്നും ഇപ്പോൾ കരഞ്ഞ് അയക്കുന്നില്ല, അല്ലെങ്കിൽ ചേസ് ചെയ്യുന്നില്ല എന്ന് കണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളെ ഓർത്തിട്ട് ഒരു ഭയമാണ് ഉണ്ടാവുന്നത്. കാരണം നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങളിൽ നിന്ന് ഇമോഷണൽ സപ്പോർട്ട് ലഭിക്കുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. നിങ്ങളെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അഫർമേഷൻ ചെയ്യുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അഫർമേഷൻ ചെയ്യുകയാണ്. ഒരു ഓഫർ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്കില്ലുള്ള വ്യക്തിയാണെന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും, ഒരു അബണ്ടൻസ് ഉള്ള വ്യക്തിയാണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നു. നിങ്ങളൊരു സ്ട്രോങ് വ്യക്തിയാണ്. എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നതായിട്ടുള്ള അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു. ഇനി നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ഇത്രയും നാളും നിങ്ങൾ കരഞ്ഞു പിടിച്ച് അവരുടെ മുമ്പിൽ ഒരു യാചകരെ പോലെ നിന്നിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിനൊന്നും തയ്യാറാകുന്നില്ല. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഏറ്റവും നല്ല മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളുടെ മനസ്സിൽ കോൺഫ്ലിക്റ്റ് ആണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിൽ ഒരുപാട് ടെൻഷനാണ്. നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ ആയിരുന്നു ഇത് ചെയ്തിരുന്നത്. നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിക്കായിരുന്നു സമയവും സ്നേഹവും എല്ലാം കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സമയം കൊടുക്കുന്നുണ്ടോ, നിങ്ങളും സ്നേഹം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോൺഫ്ലിക്റ്റ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ. ചിലപ്പോൾ അതേ ചൊല്ലി എന്തെങ്കിലും സംസാരങ്ങൾ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കുന്നു, മറ്റുള്ളവർക്ക് കോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിൽക്കുന്നു, അവരോടാണ് സ്നേഹം എന്ന് പറഞ്ഞ് ചിലപ്പം ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വഴക്കോ ബഹളമോ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഫേസ്ബുക്കിനെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഫേസ്ബുക്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ വാച്ച് ചെയ്ത് അതിലുമായിട്ട് ചാറ്റ് ചെയ്തതിനോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സുകളെ ചൊല്ലിയോ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളെ വിട്ടുകളയാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നില്ല. നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്നറിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണ് നല്ല വെപ്രാളങ്ങളും ബഹളങ്ങളും
മനസ്സിൽ തോന്നുകയാണ്, നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്നുണ്ട്. അതിനു വേണ്ടി ചിലപ്പോൾ പല ദേഷ്യങ്ങളും വഴക്കുകളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സർവ്വവും എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി നിങ്ങളാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളെ മാരേജ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർക്ക് ഭയമുണ്ട്. എങ്കിലും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ തിരിച്ചെടുക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് മെഹനത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ അത്രയും സ്നേഹത്തോടെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. 7 നമ്പറാണ് വന്നിരിക്കുന്നത്. 5 വന്നിട്ടുണ്ട്, 8, 3, 6, 10 വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ട് വരണമെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നൊന്നും അവിടെ നിന്ന് വിട്ട് വരാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങളെ വിട്ട് വന്നത് ചിലപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിന് അവർക്ക് ഒരു പാടും ഉണ്ടായിരുന്നില്ല. പക്ഷേ തേർഡ് പാർട്ടി അങ്ങനെ വിട്ട് വരാൻ പറ്റത്തില്ല. തേർഡ് പാർട്ടി കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പം അവരെ അങ്ങനെ വിട്ട് നിങ്ങളെ പറ്റിച്ചതുപോലെ അവരെ പറ്റിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഉള്ള എനർജി. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എനർജിയും കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയിൽ എന്ത് എനർജിയിൽ കൂടിയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം കാണുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുമായിട്ട് ഒരു പോകുന്നുണ്ട്, മുന്നോട്ട് ചലിച്ച് പോകുന്നുണ്ടെങ്കിലും അത് ഒരു വലിയ സന്തോഷത്തോടു കൂടിയൊന്നുമല്ല പോകുന്നത്. മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്റ്റോട് കൂടിയാണ് കടന്നു പോകുന്നത്. സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ സ്നേഹത്തിൻ്റെതൊന്നും കാണുന്നില്ല. ഐസൊലേഷനാണ്. ഒരുമിച്ച് പോകുന്നു എങ്കിലും വളരെ ആവശ്യത്തിന് മാത്രം മിണ്ടിയും അല്ലെങ്കിൽ റിലേഷൻ വെച്ചുമാണ് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മാനസികമായിട്ട് ഒരുപാട് തകർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം അവിടെ സമാധാനമില്ല. തേർഡ് പാർട്ടി അവരെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു സ്വസ്ഥത കൊടുക്കുന്നില്ല. അതും ഇതും പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ അവിടെ നിന്നും വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉണ്ട് എങ്കിലും മാനസികമായും കോൺഫ്ലിക്റ്റിലാണ്, അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ അടി നടക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്താണ് കറണ്ട് സിറ്റുവേഷൻ? ചാരിയറ്റാണ് കാണുന്നത്. 7 നമ്പർ. വർഗോ വന്നിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, 7-ാം മാസം 9-ാം മാസം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു മൂവ് ഓൺ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഒരു മൂവ് ഓൺ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങോട്ടാണ് മൂവ് ഓൺ ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജസ്റ്റിസ് വേണം. നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റിസ് ആർക്കെങ്കിലും കൊടുക്കുവാനോ അല്ലെങ്കിൽ ജസ്റ്റിസ് തേർഡ് പാർട്ടിയിൽ നിന്ന് നേടുവാനോ ആഗ്രഹിക്കുന്നു. ജസ്റ്റിസ് കൊടുക്കാനാണെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ജസ്റ്റിസ് കൊടുക്കാൻ കഴിയുള്ളൂ. ലിബ്രയാണ് വന്നിരിക്കുന്നത്. തുലാരാശി 11 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും റിലേഷൻഷിപ്പിൽ എന്താണ് ഈ ഒരു സമയം നടക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് നടക്കുന്നത്. ചില വ്യക്തികൾ അവിടെ എൻജോയ് ചെയ്യുകയാണ്, അവരുടെ ഹാപ്പി ആയിട്ടുണ്ട്. ചില വ്യക്തികൾ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. അവരുടെ ലൈഫിൽ അവർക്ക് പരിചയമുള്ള ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി ഇപ്പം കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന നിമിഷം അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. അവരെന്തോ നിങ്ങളുടെ പേഴ്സൺ ഒരു കാര്യം അവസാനിപ്പിച്ച് മറ്റൊരു കാര്യം ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ,
അവർക്ക് സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. ഈ റിബൺ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും വിവാഹ കാര്യങ്ങളോ എന്തെങ്കിലും അവർ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും റെസനേറ്റ് ആവത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. അവരിപ്പോൾ ഒരുപാട് സന്തോഷത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില വ്യക്തികളുടെ ലൈഫിൽ വളരെ പ്രശ്നമാണെങ്കിലും അത് നിങ്ങളുടെ റിലേഷൻ ബേസിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണെങ്കിൽ അവർ ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടിയും ബഹളമാണെങ്കിൽ അതും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒരുപാട് പേര് നോക്കുന്നത് കാരണം ഇവരുടെ എനർജി പലതായിട്ടാണ് വരുന്നത്. നിങ്ങൾ കൺഫ്യൂഷൻ ആകുന്നു എങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കേണ്ടതാകുന്നു. ഓക്കെ, ജനറൽ റീഡിങ്ങിൽ എനർജി മാറി മാറി വരും. ഒന്നിലധികം ആൾക്കാരുടെ എനർജി കടന്നു വരും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കറണ്ട് സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത്? ഹാർട്ട് ബ്രേക്കിൽ കൂടി ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായി ദൂരെയായിരിക്കുന്നു, ഫിസിക്കലി ദൂരെയായി. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമോ, തിരിച്ചു വരുമോ? കാരണം ഇവിടെ ഒരു ചാരിയറ്റ് കണ്ടിരിക്കുന്ന, ഇവിടെ ഹെർമിറ്റ് കണ്ടിരിക്കുന്നു. കാരണം അവിടെ ഐസൊലേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ ഉണ്ടെങ്കിലും മാനസികമായിട്ട് അത്ര അടുപ്പമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരുമോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിലേക്ക് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് പേഴ്സൺ കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെലേക്ക് തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. യെസ്, കടന്നു വരും. ഒരുപാട് സ്നേഹത്തോടു കൂടി, നിങ്ങളുടെ ആദ്യ സ്നേഹം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയാണെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്ത നോക്കാം നമുക്ക്. തേർഡ് പാർട്ടി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് അറിവുള്ളതാണെങ്കിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്? തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ച് അറിവുള്ള തേർഡ് പാർട്ടിയാണ്. നിങ്ങളെക്കുറിച്ച് അറിവുള്ള തേർഡ് പാർട്ടിയാണെങ്കിൽ എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയുടെ വിചാരം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച്? ഇപ്പം നിങ്ങളുടെ പേഴ്സണെ തട്ടിയെടുത്തതിൽ അവർ വിഷമിക്കുന്നുണ്ട്. ചില വ്യക്തികളാണ് വിഷമിക്കുന്നത്. നിങ്ങളിൽ നിന്നും പാപം കിട്ടുമോ, കർമ്മ കിട്ടുമോ എന്നുള്ള ഭയമുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നതാണെന്നും ഒക്കെ നിങ്ങളുടെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ജീവിതം തകർത്ത് പോയ വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയം അവർ മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തേർഡ് പാർട്ടിയെ വിട്ടുപോകുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പം അവർ വിചാരിക്കുകയാണ് കർമ്മ അവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ അനുഭവിച്ച അതേ സ്ഥാനത്ത് ഇപ്പം തേർഡ് പാർട്ടി നിൽക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന് അവർ ഈ ഒരു സമയം ഭാരപ്പെടുന്നുണ്ട്. ടെൻഷനിലാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട്. ഓക്കെ, ഈ ഒരു കർമ്മയിൽ കൂടിയാണ് ഈ ഒരു സമയം നിങ്ങളെ ചിന്തിച്ച് നിങ്ങളുടെ തേർഡ് പാർട്ടി പോകുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും വിട്ടു പോകുവാൻ തയ്യാറാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ വിട്ട് പോകുവാൻ തയ്യാറാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എല്ലാവർക്കും അത് വരത്തില്ല, ഇല്ല. നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോകാൻ നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോകാൻ തേർഡ് പാർട്ടി തയ്യാറാകില്ല. കാരണം ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. സാമ്പത്തികമായിട്ടുള്ള നീഡ്സും കാര്യങ്ങളും ചിലപ്പം നിങ്ങളുടെ പേഴ്സണിന് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരിക്കാം. ഒരു സാമ്പത്തിക ഭദ്രത, ഒരു ഐക്യമെല്ലാം ഈ ഒരു കുടുംബത്തിലുണ്ട്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ഒരു ഐക്യതയുണ്ട്, നല്ല കെയറിങ് ഉണ്ട്, ഒരു ഗ്രോത്ത് ഉണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്ര പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ വിട്ടു പോകത്തില്ല. ചില വ്യക്തികൾ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ചിലപ്പോൾ അവരുടെ ഇവിടെ സ്റ്റാർട്ടിങ് ആയിരിക്കും തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പം തുടങ്ങിയതേ ഉള്ളായിരിക്കാം റിലേഷൻഷിപ്പ്.
അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സന്തോഷവും എല്ലാം വന്നിരിക്കുന്നത്. കാരണം വേൾഡ് കാർഡിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു തേർഡ് പാർട്ടിയോട്ട് പെട്ടെന്ന് കടന്നു പോയതായിരിക്കാം. അതുകൊണ്ട് അവർ ഈ ഒരു സമയത്ത് ഭയങ്കര കെയറിങ്ങും ഗ്രോത്തും സന്തോഷവും ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു സിംഗിൾ മദർ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ തേർഡ് പാർട്ടിയോ ഒരു സിംഗിൾ മദർ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് ഈ ഒരു സമയം? നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണെ പ്രതി, പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എൻ്റെ വ്യൂസിൻ്റെ മാനസികാവസ്ഥ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മാനസികാവസ്ഥയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? ഒന്നിലധികം ആളുള്ളത് കൊണ്ട് എനർജിയും ഒന്നിലധികമായിരിക്കും. നിങ്ങളുടെ പേഴ്സണെ ചൊല്ലി നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥയാണ്. നിങ്ങൾ ഡിപ്രഷനിലാണ്, പെയിൻഫുൾ സിറ്റുവേഷനാണ്. എല്ലാവരുമല്ല. ഓക്കെ, കാരണം ഇവിടെ പുതുതായിട്ട് നിങ്ങളെ പേഴ്സൺ വിട്ടുപോയ, ഇപ്പോൾ അടുത്ത സമയത്ത് വിട്ടുപോയ വ്യക്തികൾക്കാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പോകുന്ന വ്യക്തികളാണ് ഈ ഒരു 9 ഓഫ് സോഡിൻ്റെ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്. ഒരുപാട് ഡിപ്രഷനാണ്. എല്ലാ വ്യക്തികൾക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. മൂവ് ഓൺ ചെയ്ത വ്യക്തികളും ഇതിനകത്തുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഈ ഒരു സമയത്ത് ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്? മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികൾ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏത് സിറ്റുവേഷനിൽ കൂടെയാണ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഏത് സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ സന്തോഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഇത് മൂവ് ഓൺ ചെയ്ത വ്യക്തികളാണ്, അല്ലെങ്കിൽ സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്ത വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികളാണ്. ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഒരു വിവാഹം പോലുള്ള ചടങ്ങുകൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ ഹാപ്പിയാണ്, ഫാമിലിയോടൊപ്പം നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഇവിടെ രണ്ട് പ്രാവശ്യം നിങ്ങളുടെ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികളാണ് ഇത് കാണുന്നത്. മൂവ് ഓൺ ചെയ്ത വ്യക്തികൾ കാണുന്നുണ്ട്, ഇപ്പോഴും പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കാണുന്നുണ്ട്, ഈ റീസെൻ്റ്ലി നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മാനസികാവസ്ഥ എടുത്തപ്പോൾ 2 വന്നിരിക്കുന്നത്. ഏതാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്രയും വേദനിച്ചിരിക്കുന്ന വ്യക്തികൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളൊരു സെൽഫ് ലവ് എടുത്ത് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ സഹായിച്ചതിനാണ് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. യൂണിവേഴ്സിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഭാരം മാറി നിങ്ങളുടേതായ ലോകത്തേക്ക് മാറുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.